നമസ്കാരം. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ അമേരിക്ക വീണ്ടും പ്രകോപനമില്ലാതെ ആക്രമണം നടത്താൻ ശ്രമിച്ചാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തതിലും അധികം ശക്തമായ പ്രതികരണം നേരിടേണ്ടി വരുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ നടത്തിയ പരാമർശത്തിലാണ് ഈ മുന്നറിയിപ്പ്. മുൻകാല ഏറ്റുമുട്ടലുകളിൽ നിന്നും ഇറാൻ നേരിടുന്ന അനുഭവങ്ങളും പഠനങ്ങളും പുതിയ യുദ്ധതന്ത്രങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അതിന്റെ യഥാർത്ഥ ശക്തി ലോകം ഇനിയും പൂർണ്ണമായും കണ്ടിട്ടില്ല എന്നാണ് ഇറാൻ സൂചിപ്പിക്കുന്നത്. ഇറാന്റെ കൈവശം ഇനിയും നിരവധി സർപ്രൈസുകൾ ബാക്കിയുണ്ട്. അതായത് മിഡിൽ ഈസ്റ്റിലെ പുതിയ സംഘർഷ സാധ്യതകളെ കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് ഇറാന്റെ ഈ വെളിപ്പെടുത്തൽ. മാത്രമല്ല, ശത്രുക്കൾ വീണ്ടും ഇസ്രയേലിന്റെ കെണിയിൽ വീഴുകയും ഇറാനെതിരെ മറ്റൊരു ആക്രമണം അഴിച്ചുവിടുകയും ചെയ്താൽ പുതിയ യുദ്ധോപകരണങ്ങളും അത്യാധുനിക രീതികളും ഉപയോഗിച്ച് പുതിയ മുന്നണികൾ അല്ലെങ്കിൽ യുദ്ധമുന്നണികൾ തുറക്കുമെന്നാണ് ഇറാന്റെ കരസേനാ വക്താവ് ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അക്രമിനിയ മുന്നറിയിപ്പ് നൽകിയത്. ലെബനിൽ ഇസ്രായേൽ തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഈ ശക്തമായ പ്രതികരണം കൂടി വന്നത്. എന്തായാലും രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ മുൻപത്തേക്കാൾ ദൃഢനിശ്ചയത്തിലാണ് ഇറാൻ എന്ന് സൈനിക കമാൻഡർ മേജർ ജനറൽ അലി അബ്ദുൽ ഹലി വ്യക്തമാക്കുന്നുണ്ട്. ഈ മുന്നറിയിപ്പിന് പിന്നിൽ വെറും രാഷ്ട്രീയ പ്രസ്താവനകളല്ല, അമേരിക്കയ്ക്ക് സംഭവിച്ചതെന്നാണ് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വലിയ സൈനിക നഷ്ടങ്ങളും ഉണ്ട്. ഫെബ്രുവരി 28-ന് ഇറാനെ ലക്ഷ്യമിട്ട് ആരംഭിച്ച ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അമേരിക്കയ്ക്ക് പ്രതീക്ഷിച്ചതിലും വലിയ വില നൽകേണ്ടി വന്നു എന്നും സൈനിക നീക്കമെന്നാണ്, അതായത് ഈ പുതിയ നീക്കത്തിൽ പുറത്തു വരുന്ന സൂചനകൾ. അതായത് അമേരിക്കയ്ക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു എന്നാണ് റിപ്പോർട്ട്. അമേരിക്കൻ കോൺഗ്രസിന് നയപരവും നിയമപരവുമായ വിശകലനങ്ങൾ നൽകുന്ന കോൺഗ്രസിലെ റിസർച്ച് സർവീസ് പുറത്തിറക്കിയ റിപ്പോർട്ട് അനുസരിച്ച് ഈ ഏറ്റുമുട്ടലിനിടെ അമേരിക്കയ്ക്ക് കുറഞ്ഞത് 42 വിമാനങ്ങൾ നഷ്ടപ്പെടുകയോ ഗുരുതരമായ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ നഷ്ടങ്ങളുടെ പട്ടിക തന്നെയാണ് ലോകത്തെ അങ്ങ് ഞെട്ടിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും അത്യാധുനികമായ യുദ്ധവിമാനങ്ങൾ ഒന്നായി കണക്കാക്കപ്പെടുന്ന F-35A ലൈറ്റ്നിംഗ് സെക്കൻഡ് വിമാനവും 4 F-15E സ്ട്രൈക്ക് ഈഗിൾ യുദ്ധവിമാനങ്ങളും ഒരു A-10 തണ്ടർ ബോൾട്ടും സെക്കൻഡ് ആക്രമണ വിമാനവും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ വ്യോമ ഇന്ധന വിതരണത്തിനുള്ള 7 KC-135 സ്ട്രാറ്റോക് ടാങ്കർ വിമാനങ്ങളും കേടുപാടുകൾ സംഭവിച്ചതായാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. ആകാശ നിരീക്ഷണത്തിനും യുദ്ധ നിയന്ത്രണത്തിനുമായി ഉപയോഗിക്കുന്ന E-3 സെൻട്രി വിമാനത്തിന് നഷ്ടമുണ്ടായതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ ഏറ്റവും വലിയ ആഘാതം സൃഷ്ടിച്ചത് അമേരിക്കയുടെ ഡ്രോൺ ശേഷിക്കേറ്റ തിരിച്ചടി കൂടിയാണ്. 24 MQ-9 റീപ്പർ ഡ്രോണുകളും MQ-4C ട്രീറ്റൺ ഡ്രോണുകളും നഷ്ടപ്പെട്ടതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും നിരീക്ഷണത്തിനും കൃത്യമായ ആക്രമണങ്ങൾക്കുമായി, അതായത് ഇതിനെല്ലാത്തിനുമായി വ്യാപകമായി ഉപയോഗിക്കുന്ന ഈ ഡ്രോണുകൾ അമേരിക്കൻ സൈനിക തന്ത്രത്തിന്റെ പ്രധാന ആയുധങ്ങളിൽ ഒന്നുകൂടിയാണ്. ഇതിനാൽ ഇത്രയും വലിയ തോതിൽ ഡ്രോണുകൾ നഷ്ടപ്പെടുന്നത് അമേരിക്കയുടെ സാങ്കേതിക ആധിപത്യത്തിനെത്തിയ വലിയൊരു ആഘാതം കൂടിയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതോടെ 2 MCQ-130J കമാൻഡർ വിമാനങ്ങളും ഒരു HH-16W ജോളി ഗ്രീൻ സെക്കൻഡ് ഹെലികോപ്റ്ററുകളും നശിച്ചതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ചില വിമാനങ്ങൾ പൂർണ്ണമായും നശിച്ചേക്കാമെന്നും ചിലത് ഗുരുതരമായി കേടുപാടുകൾ സംഭവിച്ചിരിക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ നഷ്ടം ഇതിലും കൂടുതലായിരിക്കാമെന്നാണ് മുന്നറിയിപ്പിൽ അമേരിക്കൻ നിയമനിർമ്മാതാക്കൾ ഉയർത്തുന്നുണ്ട്. എന്തായാലും യുദ്ധകാല രഹസ്യവൽക്കരണം തുടരുന്ന സൈനിക പ്രവർത്തനങ്ങൾ, ആക്രമണങ്ങളുടെ കൃത്യമായ ഉറവിടം തിരയുന്നതിലെ ബുദ്ധിമുട്ടുകൾ എന്നിവ കാരണം അന്തിമ കണക്ക് ഇപ്പോഴും വ്യക്തമല്ല എന്നാണ്. എന്തായാലും സാമ്പത്തിക നഷ്ടം അമേരിക്കയെ വൻ സമ്മർദ്ദത്തിലാക്കുകയാണ്. ഇതിനകം തന്നെ ഏകദേശം $2.6 ബില്യൺ നഷ്ടമുണ്ടായതാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ദീർഘകാല മാറ്റിസ്ഥാപിക്കൽ ചെലവ് $7 ബില്യൺ മുകളിൽ പോകാമെന്ന് വിലയിരുത്തലുമുണ്ട്. എന്തായാലും ചില നശിച്ച വിമാനങ്ങളുടെ ഉൽപാദനം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണെന്നും അവ പുനർനിർമ്മിക്കാൻ പഴയ ഉൽപാദന ലൈൻ വീണ്ടും പ്രവർത്തിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകാമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും പ്രത്യേകിച്ച് E-3 സെൻട്രി വിമാന നഷ്ടം അമേരിക്കയെ പഴയ E-7 വെഡ് ഗേറ്റിൽ നിന്നും പദ്ധതി വീണ്ടും സജീവമാക്കാൻ നിർബന്ധിതരാക്കുമെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇതിനിടെ ഇറാൻ വീണ്ടും ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതോടെയാണ് ഒരു വാർത്താ കുറിപ്പോടെ F-35 വെടിവെച്ചിടുന്ന ആദ്യ രാജ്യം ഇറാനാണ് എന്ന അവകാശവാദവും അരാജി ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പരാമർശം പൂർണ്ണമായും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിലും അതിന്റെ രാഷ്ട്രീയ സന്ദേശം തികച്ചും വ്യക്തമാണ്. അമേരിക്കയുടെ ഏറ്റവും ആധുനികമായ സൈനിക സാങ്കേതിക വിദ്യകൾ പോലും ഇറാന്റെ മിസൈൽ ഡ്രോൺ ശൃംഖലയ്ക്ക് മുന്നിൽ സുരക്ഷിതമല്ലെന്ന സന്ദേശം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഇറാൻ. എന്തായാലും അമേരിക്ക വീണ്ടും ഇറാനെതിരെ സൈനിക നീക്കം നടത്തിയാൽ
മിഡിൽ ഈസ്റ്റ് എത്ര വലിയ യുദ്ധത്തിലേക്ക് നീങ്ങും? കാരണം ഇറാന്റെ പുതിയ മുന്നറിയിപ്പ് വെറും ഭീഷണിയല്ല. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അമേരിക്കയ്ക്ക് നൽകിയ സർപ്രൈസുകളുടെ തുടർച്ചയാണ് ലോകം അതിനെ കാണുന്നത്. എന്തായാലും വരാനിരിക്കുന്നത് അത്ര ശുഭകരമായ കാര്യമല്ല. ഇറാനെ തൊട്ടുകഴിഞ്ഞാൽ വീണ്ടും അമേരിക്ക പൊല്ലാപ്പ് പിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല.